വെർബിന്റെ ക്ലാസ് ആണ് എടുക്കുന്നത്. അപ്പൊ അതുപോലെ ചെറിയ ചെറിയ കോഡുകളും കഥകളൊക്കെ പറഞ്ഞാണ് എടുക്കുന്നത്. കാരണം ഇത് പഠിച്ചു വെച്ചാൽ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. 2024 LDC, LP, UP, ഡിഗ്രി ലെവൽ തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും ഈ ഒരു ഭാഗം പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് നമ്മള് പുട്ട്, കോൾ, ലുക്ക് തുടങ്ങിയവ കഥകളിലൂടെ ഇട്ടിരുന്നു. അപ്പൊ അത് കാണാത്തവര് ക്ലാസ് പിൻ ചെയ്തിട്ടുണ്ട്, കാണുക. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയി പെട്ടെന്ന് പഠിക്കാൻ പറ്റിയെന്നൊക്കെ കമന്റ് കിട്ടും. അപ്പൊ നമ്മുടെ ലുക്കിന്റെ ഫ്രേസൽ വെർബ് ക്ലാസ്സിൽ ഫർസാന കമന്റ് ചെയ്തിരുന്നു ഗോ ചേർന്നിട്ടുള്ള ഫ്രേസൽ വെർബിന്റെ ക്ലാസ് കൂടെ എടുക്കുമെന്ന്. അപ്പൊ നമ്മള് ഇന്ന് ഗോ ചേർന്ന ഫ്രേസൽ വെർബിന്റെ ക്ലാസ് ഇതുപോലെ കുട്ടി കുട്ടി കഥകളിലൂടെയാണ് എടുക്കുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതുപോലെ ടിപ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ് നമ്മുടെ ഫ്രണ്ട്ലി PSCയുടെ പ്ലേലിസ്റ്റിലുണ്ട്. ഇംഗ്ലീഷ് ക്ലാസ് എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അത് നോക്കി കാണാം. അപ്പോ ഗോ ചേർന്നിട്ടുള്ള 12 ഫ്രേസൽ വെർബുകളാണ് നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ഗോ ഔട്ട്, ടു ലിവ് എ പ്ലേസ്, ടു എക്സ്റ്റിങ്ക്വിഷ്. അപ്പൊ ആദ്യം ഇതൊന്ന് പറഞ്ഞു പോവാം, അതിനുശേഷം ഞാൻ ഉണ്ടാക്കിയ കഥയും പറയാം. കഥ വേണ്ടാത്തവർ പഠിക്കുന്ന കേട്ടോ, ഇത് മാത്രം പഠിച്ചാൽ മതി. വേണ്ടവര് ഒന്ന് നിൽക്കുക. അപ്പൊ ഗോ ഔട്ട്, ടു ലിവ് എ പ്ലേസ്, അതായത് ഗോ ഔട്ട് എന്ന ഫ്രേസൽ വെർബിന്റെ മീനിങ് വെളിയിൽ പോവുക, പുറത്തേക്ക് പോവുക, അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് പുറത്തു പോവുക തുടങ്ങിയ ഒരു അർത്ഥമാണുള്ളത്. അതുകൂടാതെ ടു എക്സ്റ്റിങ്ക്വിഷ്, അണയ്ക്കുക എന്നൊരു അർത്ഥവും കൂടെ ഉണ്ട്. നമ്മളെ പുട്ടിന്റെ ഫ്രേസൽ വെർബിൽ പഠിച്ചു പുട്ട് ഔട്ട്. അതെന്തായിരുന്നു? പുട്ട് ഔട്ട് ചാടി പോയിട്ട് അടുപ്പ് കെട്ടുപോയി എന്നൊരു കോഡായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ആ ഒരു മീനിങ് ആണ് ഗോ ഔട്ടിന് വരുന്നത്. ഇതും എന്താ? ഔട്ട് എന്നൊരു വേർഡ് ചേർന്നിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഗോ ഔട്ട്, ടു എക്സ്റ്റിങ്ക്വിഷ്, അണയ്ക്കുക. ഇനി അടുത്തതാണ് ഗോ ഡൗൺ. അപ്പൊ ഗോ ഡൗൺ, ഇപ്പൊ ഡൗൺ എന്ന് കേൾക്കുമ്പോൾ നോർമലി നമുക്ക് എന്താ താഴോട്ട് പോകുന്ന പോലെ തോന്നില്ലേ? അപ്പൊ ഏകദേശം ആ ഒരു മീനിങ് ആണ്. അതായത് സിങ്ക്, ഇപ്പൊ മുങ്ങിപ്പോവാ, കപ്പലൊക്കെ മുങ്ങിപ്പോകത്തില്ലേ? സിങ്ക് എന്നും അതുപോലെ ഡിക്രീസ് എന്നൊരു മീനിങ് ഉണ്ട്, കുറഞ്ഞു പോവുക എന്നൊരർത്ഥം. അപ്പൊ മുങ്ങുക എന്നും കുറയുകയുമാണ് ഗോ ഡൗണിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഗോ അപ്പ് എന്തായിരിക്കും? പൊങ്ങി വരിക എന്നൊരു മീനിങ് ആയിരിക്കുമല്ലോ. അതായത് കുതിച്ചുയരുക എന്നൊരു അർത്ഥമാണുള്ളത്. ഗോ അപ്പിന് ഇൻക്രീസ്, കുതിച്ചുയരുക എന്നർത്ഥം. അടുത്തത് ഗോ എവേ. എവേ എന്ന് പറയുമ്പോൾ തന്നെ എന്തോ ദൂരോട്ട് ഓടി പോവുക, അങ്ങനെ ഒരു എവേ മീനിങ് വരുമല്ലോ. അപ്പൊ ഗോ എവേ എന്ന് വെച്ചാൽ ഡിപ്പാർട്ട്, ലിവ് എ പ്ലേസ്, ട്രാവൽ സംവെയർ, അതായത് യാത്രയാകുക, ഒരു സ്ഥലത്തേക്ക് യാത്രയാകുക, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുക എന്നൊരു മീനിങ് ആണ് ഗോ എവേക്കുള്ളത്. ഇനി അടുത്തതാണ് ഗോൺ. ഗോൺ നമ്മൾ നോർമലി സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യാറില്ലേ? ഗോൺ എന്താ? തുടർന്നോ, കണ്ടിന്യൂ ചെയ്തോ, നിങ്ങളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്തോ എന്നൊരു മീനിങ് അല്ലേ? ഗോ ഓൺ, കണ്ടിന്യൂ, തുടരുക എന്നർത്ഥം. അതുപോലെ ഈ ഗോയുടെ പാസ്റ്റ് രൂപമാണ് ഏത്? വെന്റ്. അപ്പൊ ഈ ഗോയ്ക്ക് പകരം വെന്റ് ചേർത്ത് ചോദിച്ചാലും ഈ സെയിം മീനിങ് തന്നെ നിങ്ങൾ എടുക്കണം. അതായത് പാസ്റ്റ് രൂപം, കഴിഞ്ഞു പോയ രൂപം ആയിരിക്കും അവിടെ അർത്ഥം വരുന്നത്. ഫോർ എക്സാമ്പിൾ ഗോ ഓൺ, കണ്ടിന്യൂ. അപ്പൊ അതിന്റെ പാസ്റ്റ് ആയിട്ട് വെന്റ് ഓൺ ചോദിച്ചാലും ആ ഒരു മീനിങ്ങിൽ തന്നെയാണ് വരുന്നത്. അത് ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ഗോ പഠിച്ചവര് വെന്റ് ചേർത്തിട്ട് ഈ സംഭവങ്ങൾ ചോദിക്കുമ്പോഴും ആ മീനിങ് ആണെന്ന് ഓർക്കണം കേട്ടോ. ഓപ്ഷൻ്റെ അകത്ത് PSC ചോദിച്ച പല ക്വസ്റ്റ്യനിലും വെന്റ് ചേർത്തിട്ടുള്ള ഫോം കണ്ടിരുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് ആറാമത്തെ ഗോ അറൗണ്ട്. അറൗണ്ട് എന്ന് പറയുന്നത് കറങ്ങി വരിക, ചുറ്റുക എന്നൊരു മീനിങ് അല്ലേ പെട്ടെന്ന് മനസ്സിലേക്ക് വരിക. അപ്പൊ ഗോ അറൗണ്ട് എന്ന് പറയുമ്പോൾ ടു ട്രാവൽ ടു ഓൾ പാർട്സ് ഓഫ് എ പ്ലേസ്. അപ്പൊ സ്ഥലത്ത് എല്ലാ സ്ഥലങ്ങളും, ഒരു പ്രദേശത്തെ എല്ലാ സ്ഥലങ്ങളിലും വിസിറ്റ് ചെയ്യുക എന്നൊരു മീനിങ്ങിലാണ് ഇത് വരുന്നത്. ഇനി ഈ 6 എണ്ണം ആദ്യം നമുക്കൊരു കഥയിലൂടെ ഓർത്തു വയ്ക്കുക, അതിനുശേഷം അടുത്ത 6 എണ്ണം കൂടെ, അങ്ങനെ 12 ഗോ ചേർന്നിട്ടുള്ള ഫ്രേസൽ വെർബ് ഇപ്പൊ തന്നെ നമുക്ക് പഠിക്കാം. അപ്പോ കഥ ഇതാണ്. ഞാൻ പുറത്തു പോവുക, എന്തിനാന്നറിയാമോ? കബഡി കളിക്കാൻ. അങ്ങനെ കബഡി കളിക്കാൻ ഞാൻ പുറത്തു പോയപ്പോൾ അവിടെ നടന്ന ചില സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഗോ എന്ന ഫ്രേസൽ വെർബ് പഠിക്കാൻ ഞാനൊരു കഥ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ. ഗോ ഔട്ട്, എവിടെ പോവാ? ഞാൻ പുറത്തേക്ക് പോകാൻ പോവാ, കബഡി കളിക്കാൻ പോകാൻ പോവാ. രാവിലെ എണീറ്റ് കബഡി കളിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? ഗോ ഔട്ട്, പുറത്തേക്ക് പോകാൻ പോവാണ്. അപ്പൊ മീനിങ് കിട്ടിയല്ലോ. ടു ലീവ് എ പ്ലേസ്, വെളിയിൽ പോവുക, അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിക്കായിട്ട് വെളിയിൽ പോവുക എന്നൊരു മീനിങ് ഉണ്ട്. ഞാൻ വെളിയിലേക്ക് പോകുമ്പോൾ നോർമലി, നമ്മൾ എല്ലാവരും വെളിയിലേക്ക് പോകുമ്പോൾ നോർമലി എന്ത് ചെയ്യും? വീട്ടിലുള്ള ലൈറ്റും ഫാനും ഒക്കെ കെടുത്തു അല്ലേ? അതായത് പുറത്തേക്ക് പോകുന്ന നേരത്ത് ലൈറ്റ് കെടുത്തി എന്നോർത്താല് ഗോ ഔട്ട്, പുറത്തേക്ക് പോവാണെന്നോ അപ്പൊ ലൈറ്റ് കെടുത്തി എന്നുള്ളതിൽ നിന്ന് ഈ 2 മീനിങ്ങും പഠിക്കുക. അണയ്ക്കുക എന്നൊരർത്ഥം പഠിക്കുക. പുറത്തേക്ക് വന്നിട്ട് അണച്ചു, ഇത്രയും
കിട്ടിയല്ലോ, രണ്ട് മീനിങ്ങും കിട്ടിയല്ലോ. അപ്പത്തേക്ക് നോർമലി നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ പെട്ടെന്നൊരു മടി വന്നു. പോണോ എന്നിങ്ങനെ ഒരു മടി വന്നു. അപ്പൊ പോകണ്ട എന്ന് പറഞ്ഞ എന്റെ മനസ്സ് എന്നെ താഴോട്ട് ഇങ്ങനെ ഡൗൺ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഗോ ഡൗൺ, മനസ്സിന്റെ ചിന്തകളോ വേണ്ട ഇങ്ങനെ കുറഞ്ഞ് പോണ്ട എന്നുള്ള രീതിയിൽ വന്നു. ഗോ ഡൗൺ. അപ്പൊ ആ പോകാനുള്ള ത്വര എന്തായി? ഡിക്രീസ്. അപ്പൊ അല്ലെങ്കിൽ പോകാനുള്ള ത്വര മുങ്ങിപ്പോയി, കപ്പൽ മുങ്ങിപ്പോകുന്ന പോലെ പോകാനുള്ള ത്വര അങ്ങ് മുങ്ങിപ്പോയി. ഗോ ഡൗൺ, സിങ്ക്, ഡിക്രീസ്. പെട്ടെന്നാണ് എന്റെ മനസ്സ് നിയന്ത്രിച്ച് ഞാൻ പറയാം വേണ്ട, കളിക്കാനൊക്കെ പോയി ഫിറ്റ്നസ് ആവശ്യമാണ്. പെട്ടെന്നതാ മനസ്സ് എന്നാ വേണ്ട, മണിയൊക്കെ മാറ്റാം. ഗോ അപ്പ്. അപ്പൊ എന്താ ആ ചിന്ത ഉയർന്നു വന്നു അല്ലെ. അപ്പൊ ഗോ അപ്പ് എന്ന് വെച്ചാൽ എന്താ? കുതിച്ചു വരിക, പോയി ഫിറ്റ്നസ് ഒക്കെ സെറ്റ് ആക്കണം എന്നുള്ള ഒരു ചിന്ത ഗോ അപ്പായി. ഗോ അപ്പ് മീൻസ് കുതിച്ചു വരിക. പോകാനും കിട്ടിയല്ലോ. അപ്പൊ ഗോ ഡൗൺ, ഗോ അപ്പ്, ഗോ ഔട്ട്. അങ്ങനെ പുറത്തേക്ക് പോവാണ്. വീടൊക്കെ പൂട്ടി വണ്ടി എടുത്ത് പുറത്തേക്ക് പോയി. ഗോ എവേ. അപ്പൊ നിലവിലുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ എവേ ആയി, മീനിങ് വേറെ സ്ഥലത്തേക്ക് അങ്ങ് പോയി, ഗ്രൗണ്ടിലേക്ക് പോയി. അപ്പൊ ഗോ എവേ ആയി. കിട്ടിയല്ലോ, 4 കിട്ടിയല്ലോ. അപ്പോഴാണ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവരെന്നെ കണ്ടോടനെ പറഞ്ഞു ഗോൺ എന്ന് പറഞ്ഞു. അപ്പൊ ഗോൺ എന്ന് വെച്ചാൽ എന്താ? കണ്ടിന്യൂ. അപ്പൊ ഞാൻ അവരോട് എന്ന് പറഞ്ഞു ഗോൺ. അപ്പൊ അവര് വന്നിട്ട് വാമപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ മൊത്തത്തിൽ ഞങ്ങൾ എല്ലാരും ഓൺ പറഞ്ഞു. എല്ലാരും വാമപ്പ് കണ്ടിന്യൂ ചെയ്തു. അപ്പൊ ഗോ ഓൺ കണ്ടിന്യൂ, വാമപ്പ് കണ്ടിന്യൂ ചെയ്തു എന്നുള്ള രീതിയിൽ ഗോൺ നോർമൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഗോൺ കണ്ടിന്യൂ ആണ്, തുടരുക. അപ്പൊ ഈ സംഭവം ഓർമ്മ വേണം, വെഞ്ചോണം ഓർമ്മ വേണം കേട്ടോ. അപ്പൊ കണ്ടിന്യൂ ചെയ്തു. അപ്പൊ ഞങ്ങൾ ഏത് കളിയാന്ന് പറഞ്ഞേ? കബഡി കളിക്കാനല്ലേ ഞങ്ങൾ വന്നേ. ഗോ അറൗണ്ട്. ഞാൻ എന്ത് ചെയ്തു? ഈ കബഡി കളിക്കുമ്പോ ഈ തരത്തിനൊക്കെ ഓരോരുത്തരെ വലിച്ചിടാനും പെട്ടെന്ന് നമുക്ക് സ്ലിപ്പ് ചെയ്ത് രക്ഷപ്പെടാനും ഒക്കെ ഞാൻ ഗ്രൗണ്ടിന്റെ സെറ്റപ്പ് ഒക്കെ ഒന്ന് നോക്കാൻ മൊത്തത്തിൽ എന്ത് ചെയ്തു? ആ കളിക്കുന്ന ഏരിയ ഒന്ന് ചുറ്റി നടന്ന് റൗണ്ട് അടിച്ച് ഞാൻ ഗോ ചെയ്തു. എങ്ങനെ? അറൗണ്ട് ആയിട്ട് ഒന്ന് ഗോ ചെയ്തു. എല്ലാം ഒന്ന് കണ്ട് വിലയിരുത്താനായിട്ട് വരും. അപ്പൊ ഗോ അറൗണ്ട് എന്ന് വെച്ചാൽ എന്താ? ടു ട്രാവൽ ടു ഓൾ പാർട്സ് ഓഫ് എ പ്ലേസ്. എല്ലാം ഞാനൊന്ന് റൗണ്ട് ചെയ്ത് നടന്ന് ഒന്ന് നോക്കി മനസ്സിലാക്കി. അപ്പൊ ഗോ അറൗണ്ട്. ഇത്രയും കിട്ടിക്കാണല്ലോ, 6 കിട്ടിയല്ലോ. അടുത്തത് അങ്ങനെ ഗോ അറൗണ്ട് ചെയ്ത് ആ ഒരു പ്ലേസിലെ, ആ ഒരു ഗ്രൗണ്ടിലെ എല്ലാ പ്രദേശവും ഞാൻ വിസിറ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് ആ ഗ്രൗണ്ടിനെ പറ്റി കുറെ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റി. കുറെ കാര്യങ്ങൾ ഓവറായിട്ട് വിശകലനം ചെയ്യാൻ പറ്റി. എല്ലാം വിസിറ്റ് ചെയ്തത് കൊണ്ട് എനിക്ക് കുറെ കാര്യങ്ങൾ ഓവറായിട്ട് വിശകലനം ചെയ്യാൻ പറ്റി. ഗോ ഓവർ എന്ന് വെച്ചാൽ അനലൈസ്, അതായത് വിശകലനം ചെയ്യുക. അപ്പൊ ഗോ അറൗണ്ട് ചെയ്തത് കൊണ്ട് കുറെ കാര്യങ്ങൾ ഓവറായിട്ട് വിശകലനം ചെയ്യാൻ പറ്റി. ഗോ ഓവർ, വിശകലനം ചെയ്യുക. കിട്ടിയല്ലോ. ഇനി അടുത്തത് ഗോ ത്രൂ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഗോ ത്രൂ എന്ന് വെച്ചാല് വളരെ വിശദമായിട്ട് പരിശോധിക്കുക എന്നർത്ഥമാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഗോ ത്രൂ, പരിശോധിക്കുക. അത് വരാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഗോ ത്രൂ. അതുപോലെ വേറൊരു അർത്ഥം കൂടെ സഫർ, അതായത് വളരെ വിഷമം നിറഞ്ഞ സാഹചര്യത്തിലൂടെ കടന്നു പോകുക എന്നൊരു അർത്ഥവും കൂടെ ഉണ്ട്. ഏതിന്? ഗോ ത്രൂ. ഇങ്ങനെ ഓർത്താൽ മതി. നമ്മൾ എക്സാമിനേഷൻ ഇതെല്ലാം ശരിക്കും എന്താ? വിഷമം നിറഞ്ഞ സാഹചര്യത്തിൽ കൂടെ കടന്നു പോവല്ലേ ചെയ്യുന്നത്? ഗോ ത്രൂ. നമ്മുടെ കോഡിലേക്ക് വരാം. അപ്പൊ ഞാനിങ്ങനെ ഓവറായിട്ട് എല്ലാം വിശകലനം ചെയ്തുകൊണ്ടിരുന്നപ്പോ ഓപ്പോസിറ്റ് ടീം എന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവരിങ്ങനെ തുറപ്പിച്ച് നോക്കുകയാണ്. അപ്പൊ അവരെന്നെ എന്റെ ഈ ഗോ കണ്ടിട്ട് അവരെന്നെ തുറപ്പിച്ച് നോക്കുകയാണ്. ഗോ ത്രൂ, തുറപ്പിച്ച് നോക്കി എന്നെ എന്ത് ചെയ്യുന്ന? അവരെന്നെ എക്സാമിൻ ചെയ്യാണ്. ഗോ ത്രൂ എക്സാമിൻ. ഓപ്പോസിറ്റ് ടീമിന്റെ വെച്ചിട്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. ഗോ ത്രൂ എക്സാമിനെ വിശദമായിട്ട് എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ വീരിങ്ങനെ നോക്കിയപ്പോ എനിക്ക് ആകെപ്പാടൊരു ഭയങ്കര പേടി. അപ്പൊ ഞാൻ ആ സമയത്തോ അവരുടെ തറവായിട്ടുള്ള നോട്ടം കണ്ടപ്പോ ഞാനാകെ ഒരു വിഷമകരമായ സാഹചര്യത്തിൽ കൂടെ, വലിയ ഗവേല് ചാടയ്ക്ക് പോയതാ, വിഷമകരമായ സാഹചര്യത്തിൽ കൂടെ കടന്നുപോയി. ഇപ്പൊ ഗോ ത്രൂവിന്റെ 2 മീനിങ്ങും കിട്ടിയല്ലോ. അവര് എക്സാമിൻ ചെയ്തതും ഞാൻ അനുഭവിച്ച മാനസികവും കൂടെ വെച്ചിട്ട് 2 മീനിങ്. ആ 2 മീനിങ് ഇമ്പോർട്ടന്റ് ആണ്. ഈ 2 മീനിങ്ങും ചോദിക്കാറുണ്ട് കേട്ടോ. സ്റ്റാർ ഇട്ടിട്ടുണ്ട്. സ്റ്റാർ ഇട്ടത് മുൻകാല ചോദ്യങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇത് 2 കിട്ടിയല്ലോ. ഗോ ത്രൂ. ഇനി അടുത്താണ് ഗോട്ട്. അപ്പോ എന്റെ ടീമാണെങ്കിൽ ഞാൻ ഇത്രയും വലിയ ചാടൊക്കെ കാണിച്ചപ്പോ അവര് വിചാരിച്ചെന്താ? പോയി എല്ലാരെയും പിടിച്ചുകൊണ്ട് വരും, കബഡിക്ക് പോയി ഞാൻ ജയിച്ച് അപ്പത്തെ ടീമിൽ എല്ലാവരും ഞാൻ കൊണ്ടുവരും എന്നൊക്കെ വിചാരിച്ച് അവരിങ്ങനെ വളരെ പ്രതീക്ഷയോടെ എന്നെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നു
ഞാൻ ആ അറ്റത്ത് പോയിട്ട് അവരെയൊക്കെ പിടിച്ചിട്ട് വരാം. അറ്റത്ത് പോയിട്ട് എനിക്ക് പറ്റുന്നവരെ ഞാൻ അതിൽ നിന്ന് ചൂസ് ചെയ്ത്, ഞാൻ അന്വേഷിച്ച്, ഞാൻ ട്രൈ ചെയ്ത് അവരെ ഞാൻ അറ്റാക്ക് ചെയ്യാം. ഇപ്പൊ പറഞ്ഞൊക്കെ കിട്ടിയോ? അതായത് ഗോ അറ്റ്, ഞാൻ ആ അറ്റത്തേക്ക് പോയിട്ട് എന്തിന് സീക്ക് ചെയ്ത്, ട്രൈ ചെയ്ത്, ചൂസ് ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്യാം. എനിക്ക് പറ്റുന്നവരെ നോക്കി ട്രൈ ചെയ്ത്, സീക്ക് ചെയ്ത്, ചൂസ് ചെയ്ത്, തെരഞ്ഞെടുത്ത് ഞാൻ അവരെ അറ്റാക്ക് ചെയ്യാം. അറ്റാക്കിന്റെ സ്റ്റാർ ഉണ്ട്, ചോദിച്ചതാണ്. അപ്പോൾ ഈ ഗോ അറ്റിന് ഇത്രയും മീനിങ് ഉണ്ട്. ഗോ അറ്റ്, ഞാൻ അറ്റത്ത് പോയിട്ട് ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഗോ അറ്റത്ത് പോയി നോക്കണം കേട്ടോ, നമ്മുടെ ഗ്രൗണ്ടിന്റെ അറ്റത്ത് പോയിട്ട്. ഞാൻ അവരെ അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞ അറ്റത്ത് പോയപ്പോ ഉണ്ടറാ 4 പേരിങ്ങ് വരുവാണ്. ഗോ ഫോർ, ഫോറിന്റെ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്, ഓർത്ത് വെക്കാൻ. ഗോ ഫോർ, 4 പേര് 4 പേരിന്റെ അടുത്തേക്ക് വന്നു. ഉറപ്പല്ലേ എന്ത്? അറ്റാക്ക്. അപ്പൊ എന്താ? ഗോ ഫോർ അറ്റാക്ക്. അവര് പറഞ്ഞു അറ്റാക്ക്. ഞാൻ അറ്റത്ത് പോയി അറ്റാക്ക് ചെയ്യാൻ നിന്നപ്പോ അവര് 4 പേര് വന്ന് എന്നെ അറ്റാക്ക് ചെയ്തു. ഗോ ഫോർ അറ്റാക്ക്. കിട്ടിയോടാ ഗോ ഫോർ അറ്റാക്ക്? കബഡി കളിക്കാൻ ഞാൻ ഗോ ചെയ്തത് വെച്ചിട്ട് ഇത്ര ഓർക്കണം കേട്ടോ. ഗോ ഫോർ അറ്റാക്ക്, 4 പേര് അറ്റാക്ക്, ഗോ ഫോർ അറ്റാക്ക്. പിന്നെന്താ സംഭവിച്ചത്? മൊത്തത്തില് ഗോ ഒക്കെ ഓഫ് ആയി. ഈ ഓഫ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് മീനിങ് ആണല്ലോ വരുന്നത്. ഗോ ഓഫ് എന്ന ഫ്രേസൽ വെർബിന്റെ മീനിങ് ആണ് എക്സ്പ്ലോഡ്. എക്സ്പ്ലോഡ് എന്ന് വെച്ചാൽ പൊട്ടിത്തെറിക്കുക. ഇവര് 4 പേരും കൂടെ എന്നെ വന്നിങ്ങോട്ട് പിടിച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ പെട്ടെന്ന് പറഞ്ഞ അടിച്ചു താഴെ വീണ് എന്റെ ബോധം പോയി. ബോംബ് കൂട്ടുന്ന ഒരു ഒച്ചയും കേട്ടാണ് ഞാൻ അടിച്ചു താഴെ വീഴുമ്പോ അല്ലെ. അപ്പൊ അതിൽ നിന്ന് ഗോ ഓഫിന്റെ മീനിങ് എന്താണെന്നറിയോ? എക്സ്പ്ലോഡ്, അതായത് പൊട്ടിത്തെറിക്കുക എന്നും ബോധം കെടുക എന്നും അർത്ഥമുണ്ട്. അപ്പൊ പൊട്ടിത്തെറിക്കുക എന്ന അർത്ഥത്തിലാണ് ചോദിക്കാറുള്ളത്. ഒരു എക്സാമ്പിൾ, ആഫ്റ്റർ ദ ഇവന്റ് ദ ബോംബ് വെന്റ് ഓഫ്. ആഫ്റ്റർ ദ ഇവന്റിന് ശേഷം ബോംബ് എന്ത് സംഭവിച്ചു? ബോംബ് വെന്റ് ഓഫ്. ഉണ്ടോ? പാസ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. ഗോ ഓഫിന് പകരം വെന്റ് ഓഫ്. അപ്പൊ വെന്റ് ഓഫ് നോർമലി യൂസ് ചെയ്യുന്നത് ബോംബ് വെന്റ് ഓഫ്, അതായത് ബോംബ് പൊട്ടി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഗോ ഓഫ് തന്നെ ചില സെന്റൻസുകൾ ഇപ്പൊ പറയുന്ന ഈ ഫ്രേസൽ വെർബ്സിനൊക്കെ ഈ മീനിങ് മാത്രമൊന്നുമല്ല, ഒത്തിരി മീനിങ് നിങ്ങൾ ഡിക്ഷണറിയിൽ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന മീനിങ്സ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ PSC ചോദിക്കുന്ന ആ ഒരു മീനിങ്ങും കണക്കാക്കിയാണ് ഈ മീനിങ് ഉൾപ്പെടുത്തിയേക്കുന്നത്. അതുപോലെ ഗോ ഓഫിന് തന്നെ വട്ടാക്കുക എന്നൊക്കെ ഒരു അർത്ഥമുണ്ട്. ഇപ്പൊ നമ്മള് ചില ഫ്രണ്ട്സിനെ പറഞ്ഞ് കളിയാക്കി അവരാകെ പ്രാന്ത് പിടിപ്പിക്കത്തില്ലേ, ആ ഒരു മീനിങ്ങിലും ഈ ഗോ ഓഫ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ എന്റെ ടീമിനോട് എന്തൊക്കെ വീരവാദ ചാട കാണിച്ചിട്ടാ അങ്ങോട്ട് പോയത്. ഇവര് ഞാൻ അവിടുന്ന് ഓപ്പോസിറ്റ് ടീമിൽ നിന്ന് കുറെ പേരെ കൊണ്ടുവരുന്നൊക്കെ പ്രതീക്ഷ അല്ലേ ഇരുന്നത്. ഞാൻ എന്നിട്ട് പോയിട്ടോ ചുമ്മാ വേസ്റ്റ് അല്ലേ. പിന്നെ അവസാനം ഞാൻ എന്ത് ചെയ്യേണ്ടി വന്നു? ഗോ ബാക്ക് ഓൺ. വലിയ കാര്യത്തിൽ പോയി അവിടെ അലച്ച് വീണ്ടും തിരിച്ച് ഗോ ബാക്ക് ഓൺ. അതായത് ഫെയിൽ ടു കീപ് എ പ്രോമിസ്. ഒരു വാഗ്ദാനം നൽകിയിട്ട് അത് പാലിക്കാൻ കഴിയാതിരിക്കുക എന്നൊരു മീനിങ് ആണ് ഗോ ബാക്ക് ഓൺ. ഫെയിൽ ടു കീപ് എ പ്രോമിസ്, വാഗ്ദാനം പാലിക്കാൻ കഴിയാതെ വരിക. അങ്ങനെ ഞാൻ എൻ്റെ കബഡി കളിക്ക് പോയി അവിടെ ഗോ ഓഫ് ചെയ്ത് ബോധം കെട്ട് വീണ് പൊട്ടിത്തെറിച്ച് അവിടെ വീണിട്ട് തിരിച്ച് ഗോ ബാക്ക് ഓൺ, തിരിച്ചു പോന്നു. ഗോ ബാക്ക് ഓൺ, വാക്ക് പാലിക്കാതെ നിറവേറ്റാൻ പറ്റാതെ ഗോ ബാക്ക് ഓൺ. അപ്പോ 12 ഫ്രേസൽ വെർബ് ഗോ ചേർത്തിട്ടുള്ളത് ഏകദേശം നിങ്ങൾക്ക് കിട്ടിക്കാണല്ലോ. നിങ്ങൾ യാതൊന്നും ഇല്ലാതെ ചുമ്മാ വായിച്ചു പഠിക്കുന്നതിലും ഭേദമായിരിക്കും ഇങ്ങനെ ഒന്ന് ഓർത്തു വെക്കുന്നത്. അപ്പൊ പറഞ്ഞത് ഒന്ന് ഇമാജിൻ ചെയ്ത് ആ ഗെയിമിൽ കളിക്കുന്നതും അത് ഇമാജിൻ ചെയ്ത് പഠിച്ച് തറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റിപ്പോകില്ല. നിങ്ങളെ പുട്ടിന്റെ ക്ലാസ്സും ഒക്കെ അങ്ങനെയല്ലേ പഠിച്ചത്, നമ്മള് പഠിപ്പിച്ച. അപ്പൊ അതേപോലെ തന്നെ ഇതൊരു കഥയിൽ ആലോചിച്ച് പഠിക്കുക. പിന്നെ നമ്മുടെ ഫ്രണ്ട്ലി പേജിന്റെ ബുക്കാണ്. ഇത് വാങ്ങാത്തവർ വാങ്ങുക. വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് ഈ ബുക്കിന്റെ ക്ലാസ്, ഇതിന് ശേഷം നടന്നിട്ടുള്ള മലയാളം പരീക്ഷകളുടെ ക്ലാസ്, പിന്നെ ഒരു ബോണസ് ആയിട്ട് SCERT മലയാളം 3 മുതൽ +1 വരെയുള്ള SCERT മലയാളം ക്ലാസ്സും 1 വർഷം വാലിഡിറ്റിയിൽ ഈ ബുക്ക് വാങ്ങുന്നവർക്ക് ഒരു 22 രൂപ കൂടെ അടച്ചു കഴിഞ്ഞാൽ 1 വർഷം വാലിഡിറ്റി ലഭിക്കുന്നതാണ്. അതുപോലെ മലയാളത്തിന്റെ പെയ്ഡ് ക്ലാസ്സുകൾ ഫ്രണ്ട്ലി PC ആപ്പിലുണ്ട്. മലയാളം ഒത്തിരി ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ അടുക്കും ചിട്ടയോടുകൂടി നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. പിന്നെ യൂട്യൂബിൽ ഓൾറെഡി ഒത്തിരി ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ യൂട്യൂബ് പ്ലേലിസ്റ്റിൽ പോയിട്ട് ആ ക്ലാസ്സുകളൊക്കെ കൂടെ നിങ്ങൾ കാണും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അഭിപ്രായം അറിയിക്കുക.